കേരളത്തിന്റെ സംസ്കാരവും പരിസ്ഥിതിയും കണക്കിലെടുക്കാതെ സംസ്ഥാന സർക്കാർ നടത്തിയ പദ്ധതികളാണ് വികസന കാര്യത്തിൽ കേരളത്തെ പിന്നോട്ടടിച്ചതെന്ന് നെയ്യാറ്റിൻകര NDA സ്ഥാനാർത്ഥി ചെങ്കൽ എസ് രാജശേഖരൻ നായർ. നെയ്യാറ്റിൻകരയിലെ ഹിന്ദു, ക്രൈസ്തവ, ഇസ്ലാമിക ദേവാലയങ്ങളെ ചേർത്തുള്ള പിൽഗ്രിം ടൂറിസം നടപ്പിലാക്കുന്നതിലൂടെ നാടിന്റെ മുഖച്ഛായ തന്നെ മാറുമെന്നും എസ് രാജശേഖരൻ നായർ ജനൻ ടിവിയോട് പറഞ്ഞു. നെയ്യാറ്റിൻകരയിലെ NDA സ്ഥാനാർത്ഥി ചെങ്കൽ എസ് രാജശേഖരൻ നായരാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. വികസനത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട്. നെയ്യാറ്റിൻകരയുടെ വികസനം സംബന്ധിച്ച് ടൂറിസം മേഖലയിലടക്കം വലിയ രീതിയിലുള്ള വികസനങ്ങൾ കൊണ്ടുവരണമെന്നാണ് അങ്ങയുടെ ഒരു ആഗ്രഹം, അല്ലേ? സ്വപ്നങ്ങളല്ല, യാഥാർത്ഥ്യമാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് എൻ്റെ മനസ്സിലുള്ളതൊക്കെ. ടൂറിസം എന്ന് പറയുമ്പം ഭാരതത്തിൽ പ്രത്യേകിച്ച് നമ്മളെ കേരളമാണോ ലോകത്തിലേക്ക് ഏറ്റവും ബെസ്റ്റ് ടൂറിസം സ്പോട്ട് എന്ന് പറയുന്നത്. എല്ലാ ടൂറിസവും നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും. നെയ്യാറ്റിൻകരയെ സംബന്ധിച്ച് സ്പിരിച്വൽ ടൂറിസം നമുക്ക് ചെയ്യാൻ സാധിക്കും, വില്ലേജ് ടൂറിസം ചെയ്യാൻ സാധിക്കും. അതോടുകൂടി നമ്മളെ നഷ്ടപ്പെട്ട എല്ലാ കൃഷിയും കാര്യങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതിനുള്ള എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ കൃഷിയും കാര്യങ്ങളും നിന്നുപോയത്, അതിനുള്ള സൊല്യൂഷൻ നമ്മളതിലുണ്ട്. അത് ജനങ്ങൾക്ക് കൊടുക്കുവാൻ സാധിക്കും. ഫ്രീ ആയിട്ടുള്ള മിഷനറി എല്ലാം മേടിച്ച് ഫ്രീ ആയിട്ട് കൃഷിയെല്ലാം തിരിച്ചുകൊണ്ടുവരും. അത് ഈ നാട്ടിൻ്റെ ആവശ്യമാണ്. ഇതിപ്പോൾ നെയ്യാറ്റിൻകര കാൻഡിഡേറ്റ് ആകുമ്പോൾ എൻ്റെ ഉത്തരവാദിത്വം മൊത്തം നെയ്യാറ്റിൻകരയ്ക്കും കൊടുക്കുക എന്നുള്ളതാണ്. ലോകം കാണുന്ന ഏറ്റവും എൻ്റെ സ്കൂളിലിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നൊരു ഒറ്റയാണ്. അതിൻ്റെ മുകളിൽ, ആ സ്കൂളിൻ്റെ മുകളിൽ പോയാൽ കാണുന്നൊരു ഭംഗിയുണ്ട് എൻ്റെ കേരളം. സത്യം പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസും ഫോറിനേഴ്സും ഒക്കെ വന്ന് കാണുമ്പോൾ ഇങ്ങനൊരു സ്ഥലം, ഇത്രയും ഓക്സിജൻ, ഇത്രയും പോസിറ്റീവായിട്ടുള്ള സ്ഥലം, ആ നാട്ടിൽ ഏറ്റവും മോശമായിട്ടുള്ള സ്ഥലമാണ് ഞാൻ ഈ പറയുന്നത്. അവിടുത്തെ ഉള്ള പ്രകൃതി എങ്ങനെ മാറ്റാൻ പറ്റുമെന്നുള്ളത് അതെല്ലാം നാട്ടിന് മാറ്റേണ്ടതാണ്. പലപ്പോഴും അശാസ്ത്രീയമായിട്ടുള്ള പദ്ധതികളാണല്ലേ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ഈ വിഷയങ്ങൾ, പ്രകൃതിയെ പോലും ദോഷം ചെയ്യുന്ന രീതിയിലുള്ള വികസനങ്ങൾ എന്ന് പറയുന്ന രീതിയിലേക്ക് വരാനുള്ള കാരണമല്ലേ? ആക്ച്വലി ഇവർക്ക് അറിയില്ല എന്താ ചെയ്യുന്നത്. അവർക്ക് ഇന്നും ഭക്ഷണം കഴിക്കാൻ പോലും അറിഞ്ഞൂടാത്ത ചില ആൾക്കാരും, മുണ്ടുകൊടുക്കാൻ പറ്റാത്ത ആൾക്കാരും, ഷർട്ട് വലിയ രീതിയിൽ കഞ്ഞിമുക്കിയുള്ള നല്ല കടക്കായിട്ടുള്ള ഷർട്ടും ഒരു മുണ്ടും കെട്ടി കുറച്ചൊക്കെ കീറി പറക്കി അക്ഷത്തൊരു എന്തൊക്കെ ഇട്ടാൽ ഇതാണ് രാഷ്ട്രീയം എന്നുള്ളൊരു തോന്നലുണ്ട്. ആ തോന്നൽ ഇപ്പോഴും ഉണ്ട്. അവരെയൊക്കെ ജനങ്ങൾ ചിലർ ജാതി മതത്തിൻ്റെ പേരിലൊക്കെ തിരഞ്ഞെടുക്കും. പക്ഷെ അതാണ് ഈ നാട്ടിൻ്റെ ആപത്ത്. അറിവുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം ഞങ്ങളുടെ കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് നല്ലൊരു ഫ്രണ്ടാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ വയസ്സ് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പം ശരിക്കും നടക്കാൻ പോലും വരികയായിരിക്കും. ഒരുപാട് പ്രാവശ്യം ഇലക്ഷൻ നിന്ന് തോക്കുകയും ജയിക്കുകയും ചെയ്തു. മന്ത്രിയും സ്പീക്കറും ഒക്കെ അയാളാണ്. അതിൻ്റെ താഴെത്തട്ടിൽ ഒരുപാട് കഴിവുള്ള ആൾക്കാരുണ്ട്. അവർ ചാൻസ് കൊടുക്കാതെ ഇവർ നിർബന്ധിച്ച് അദ്ദേഹം വീണ്ടും ഇലക്ഷന് നിൽക്കുകയാണ്. ഇപ്പോൾ ഇവരെയൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നാട്ടിന് വരുന്ന സ്ഥിതി നമുക്ക് ആലോചിക്കേണ്ടതാണ്. ഇവർ ഉണ്ടായിരുന്നപ്പോൾ, MLA ആയിരുന്നപ്പോൾ, മന്ത്രിയായിരുന്നപ്പോൾ ഇവരെന്ത് ചെയ്തു അത് ജനങ്ങളോട് പറയണം. ഇപ്പോഴുള്ള സിറ്റിംഗ് MLA എന്ന് പറയുന്ന 2 പ്രാവശ്യം സെലക്ട് ചെയ്തതാണ്. അദ്ദേഹത്തിനെയും 10 വർഷത്തിൽ ഈ നാട്ടിനെന്ത് ചെയ്തു എന്ന് അവർ പറയണം ജനങ്ങളോട്. ഞാൻ ഒന്നും അല്ലായിരുന്നിട്ട് ഞാൻ നാട്ടിൽ അതിൻ്റെ 10 ഇരട്ടി ഞാൻ ഈ നാട്ടിന് ചെയ്തിട്ടുണ്ട്. ഞാൻ വെളിയിൽ പറയുന്നില്ല എന്നുള്ളേ ഉള്ളൂ. എനിക്കെൻ്റെ പബ്ലിസിറ്റി ഒന്നും വേണ്ട. എൻ്റെ നാട്ടിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആ ജനങ്ങൾക്ക് കിട്ടുന്ന, എൻ്റെ സഹോദരങ്ങൾക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതാണ് ഏറ്റവും വലുത്. സംസ്ഥാനം തെരഞ്ഞെടുപ്പിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ദിവസങ്ങൾ, ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണുള്ളത്. എങ്ങനെയുണ്ട് പ്രചരണങ്ങളൊക്കെ, എങ്ങനെ പോകുന്നുണ്ട്? ഇവിടുന്ന് എല്ലാ ഭാഗങ്ങളിലും കിട്ടുന്ന ഒരു അഭിപ്രായം? ഞാൻ പോകുന്ന സ്ഥലങ്ങളിൽ ചിലർ പറയും ഇങ്ങോട്ടൊന്നും വരണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയാണ്. മുമ്പേ ഈ താമരയും ഇതായിട്ട് BJP എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ ചില ആൾക്കാരുടെ നോട്ടങ്ങൾ കാണുമ്പോൾ ഫീലായും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. അവർ ചിരിച്ചും കൊണ്ട് പറയും, തൊഴുതുകൊണ്ട് പറയും, മോനെ ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട്, നിങ്ങളെ ഒന്ന് മാറ്റിത്തരണം. ഇതാണ് നാട്ടിൻ്റെ സ്ഥിതി. മാറാത്തത് മാറും എന്ന് പറയുന്നത് ജനങ്ങളിപ്പോൾ മാറ്റാൻ ശ്രമിച്ചു തുടങ്ങിയിരിക്കുന്നു അല്ലേ? ഇവിടെ എല്ലാം മാറ്റേണ്ടതാണ്. എന്നാൽ നാട്ടിൽ എല്ലാം മാറ്റേണ്ടാവും. കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇനി ബാക്കിയുണ്ട്, അതാണ് ഇനി മാറേണ്ടതെന്നല്ല. ഈ നാട്ടിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എല്ലാം മാറ്റേണ്ടതുണ്ട്. ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷയിലാണ്.
എന്തായാലും ചെങ്കൽ എസ് രാജശേഖരൻ നായരുടെ യാത്ര തുടരുകയാണ്. മാറാത്തത് ഇനി മാറുമെന്നും തന്നെയാണ് അദ്ദേഹം പറയുന്നത്. എല്ലാം മാറണം, കാരണം ഇതുവരെ ചെയ്തതെല്ലാം തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അടിമുടി മാറ്റം കേരളത്തിന് ആവശ്യമാണെന്ന് തന്നെയാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത്. അടിമുടി കേരളത്തിന് മാറ്റം ആവശ്യമാണ്. ഒന്നോ രണ്ടോ കാര്യങ്ങളിൽ മാത്രമല്ല, സമ്പൂർണ്ണമായ മാറ്റം ആവശ്യമാണ് എന്നുള്ളതാണ് ചെങ്കൽ എസ് രാജശേഖരൻ നായർ അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അവിടെ തുടർച്ചയായിട്ട് വിജയിക്കുന്ന 2 തവണ വിജയിച്ച MLA വീണ്ടും ജനവിധി തേടുന്നു. എന്താണ് അദ്ദേഹം ചെയ്തത് എന്ന് ജനങ്ങളോട് പറയാൻ ബാധ്യസ്ഥനാണ്. പിന്നെ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അദ്ദേഹം വിജയിക്കുകയും പരാജയപ്പെടുകയും ഒക്കെ ചെയ്ത ആളാണ്. അത്തരത്തിൽ നാട്ടിൽ യാതൊരു വികസനവും നടത്താതെ വീണ്ടും ജനങ്ങളുടെ മുമ്പിൽ അവരുടെ വോട്ട് തേടി എത്തുകയാണ് എന്നുള്ള കാര്യം അദ്ദേഹം പറയും. നാടിന് വലിയ മാറ്റം അനിവാര്യമാണ്. അപ്പോൾ മാറ്റത്തിന് വേണ്ടി ജനങ്ങൾ ചിന്തിക്കട്ടെ എന്നാണ് ചെങ്കൽ എസ് രാജശേഖരൻ നായർ പറയുന്നത്.